അസ്സലാമലൈക്കും ഓൾ. ചിക്കൻ ചുക്ക എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 10 കഷ്ണം വെളുത്തുള്ളിയും 2 പീസ് ഇഞ്ചിയും ചതച്ചത്, 2 പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യണം. അതിനകത്തോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി നന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്ത് വരുമ്പം കുഞ്ഞായിട്ട് അരിഞ്ഞ ടൊമാറ്റോയും കൂടി 2 അതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. പെട്ടെന്ന് വഴലാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. ഇത് വെന്ത എണ്ണയൊക്കെ മാറി തെളിഞ്ഞ് വരുന്ന സമയത്ത് അതിനകത്തോട്ട് ചിക്കൻ കഴുകി വെച്ചത് 1 സ്പൂൺ തൈരും ചേർത്ത് പുരട്ടി വെച്ചിരുന്ന ചിക്കനാണ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് ചിക്കൻ വേവുന്ന അത്രയും ടൈം അടച്ചു വെക്കണം. ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അത്രയും നേരം ഇതൊന്ന് അടച്ചു വെക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. അതിൽ തന്നെ കിടന്ന് ഇതെല്ലാം മസാലയും ചിക്കനകത്ത് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അടച്ചു വെച്ച് വേവിക്കാനായിട്ട്. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് ഒരു 3 ഒനിയൻ നൈസായിട്ട് അരിഞ്ഞിട്ട് എണ്ണ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്തെടുത്ത ഒനിയൻ നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ഫ്രൈഡ് ഒനിയൻ എടുക്കാൻ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണമെന്നില്ല. കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടോ അല്ല എയർ ഫ്രയറിൽ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ട് ഇതെടുക്കാൻ പറ്റും. അപ്പോൾ ഒട്ടും ഓയിൽ എടുക്കത്തില്ല. അങ്ങനെയാണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് അത് നമ്മുടെ ചിക്കനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 സ്പൂൺ പെരിഞ്ജീരക പൊടിച്ചതും 1 സ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ചുക്ക റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. പ്ലീസ് ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.